RICT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൻ്റെ വയറിംഗ് സർക്യൂട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ അതിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഇടത് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ P എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസ് ആണ്, N ന്യൂട്രലാണ്, E എർത്താണ്. ഫേസിൽ നിന്ന് ആദ്യം പവർ സപ്ലൈ പോകുന്നത് തെർമോസ്റ്റാറ്റിലേക്കാണ്. തെർമോസ്റ്റാറ്റാണ് ഈ സിസ്റ്റത്തിലെ ടെമ്പറേച്ചർ ഒരു നിശ്ചിത ലെവലിൽ നിലനിർത്തുന്നത്. തെർമോസ്റ്റാറ്റിൻ്റെ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡോർ സ്വിച്ചിലേക്കും ബൾബിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. തെർമോസ്റ്റാറ്റിൻ്റെ 2 എന്ന ടെർമിനലിൽ നിന്ന് ഡീഫ്രോസ്റ്റ് ടൈമറിലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. 3ലേക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ടൈമറിൻ്റെ 2ൽ നിന്നാണ് ബൈമെറ്റൽ തെർമോയിലേക്കും ഡീഫ്രോസ്റ്റ് ഹീറ്ററിലേക്കും തെർമൽ ഫ്യൂസിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ടൈമറിൻ്റെ 4 എന്ന ടെർമിനലിൽ നിന്നാണ് കംപ്രസറിൻ്റെ OLPയിലേക്കും കൂടാതെ ഫാൻ മോട്ടറിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ന്യൂട്രൽ കണക്ഷനാണ്. കൂടാതെ കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PTC റിലേയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയും കമ്പോണൻറ്റുകളാണ് ഈ വയർ സർക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കമ്പോണൻ്റിനെയാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇത് കൺട്രോൾ ചെയ്യുന്നത് കംപ്രസറിൻ്റെ വർക്കിങ്ങിനെയാണ്. അപ്പോൾ അതുവഴി ഒരു നിശ്ചിത ടെമ്പറേച്ചർ ആ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്നത് ഡോർ സ്വിച്ചാണ്. ഡോർ സ്വിച്ചാണ് ഉള്ളിലുള്ള ബൾബിൻ്റെ ഓൺ ഓഫ് സ്റ്റേജുകളെ നിയന്ത്രിക്കുന്നത്. ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആകുന്നു. ഇതാണ് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്ന ബൾബ്. ഇത് 240 വോൾട്ട് AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഡീഫ്രോസ്റ്റ് ടൈമറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇവാപ്പറേറ്റർ, ഫാൻ, കംപ്രസർ, ഡീഫ്രോസ്റ്റ് ഹീറ്റർ എന്നിവയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ഇതും 240 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഹീറ്ററിൻ്റെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് ഡീഫ്രോസ്റ്റ് ഹീറ്റർ. ഇത് ഇവാപ്പറേറ്ററിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഐസിനെ ഉരുക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതും 240 വോൾട്ട് AC-യിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്പോണൻറ്റിനെ തെർമൽ ഫ്യൂസ് എന്നാണ് പറയുന്നത്. ഇത് ഹീറ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ ബൈമെറ്റൽ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആയില്ലെങ്കിൽ 72 ഡിഗ്രി ആവുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആവുകയും അങ്ങനെ ഹീറ്റർ ഓവർ ഹീറ്റ് ആകുന്നത് തടയുകയും ചെയ്യുന്നു. ഈ കാണിച്ചിരിക്കുന്നത് ഇവാപ്പറേറ്റർ ഫാനും അതിൻ്റെ മോട്ടറുമാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് സിംഗിൾ ഫേസിലാണ്. ഇത്തരത്തിലുള്ള മോട്ടറിനെ നമ്മൾ ഷെയ്ഡഡ് പോൾ മോട്ടർ എന്നാണ് പറയുന്നത്. ഇവയുടെ പവർ വളരെ കുറവായിരിക്കും. ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്ന ഫ്രീസർ കമ്പാർട്ട്മെൻറ്റിൽ ഇവാപ്പറേറ്ററിന് തൊട്ടടുത്തായിട്ടാണ്. ഇവാപ്പറേറ്ററിലേക്കുള്ള എയർ ഫ്ലോ ഉണ്ടാക്കുന്നത് ഈ ഇവാപ്പറേറ്റർ ഫാനാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഓവർലോഡ് പ്രൊട്ടക്ടറാണ്. ഇത് കംപ്രസറിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ കംപ്രസർ ഓവർ കറണ്ട് എടുക്കുമ്പോൾ ഇത് കട്ട് ഓഫ് ആയി കംപ്രസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഈ കാണിച്ചിരിക്കുന്നത് PTC റിലേ ആണ്. കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കംപ്രസർ ഓണാക്കുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കും റണ്ണിങ് വൈൻഡിങ്ങിലേക്കും ഒരേ സമയം കറണ്ട് കടത്തിവിട്ട് കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കുള്ള ആ സപ്ലൈ ഇത് ഡിസ്കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ കമ്പോണൻസ് കണക്ട് ചെയ്യാനുള്ള വയറുകളും ടെർമിനൽ ക്ലിപ്പുകളും ഈ കോമ്പിനേഷൻ പ്ലെയറും മാത്രമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഈ സർക്യൂട്ടിലേക്കുള്ള ഫേസ് ആണ് കണക്ട് ചെയ്യുന്നത്. അത് തെർമോസ്റ്റാറ്റിൻ്റെ 1ാമത്തെ പോയിന്റിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതേ പോയിന്റിൽ നിന്ന് തന്നെ ഡോർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. ഇനി അടുത്തത് ഡോർ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ അത് നേരെ ബൾബിലേക്ക് കണക്ട് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്ന ബൾബാണ്. ഇനി ബൾബിൽ നിന്നും അടുത്ത ലൈൻ ബ്ലാക്ക് കളറുള്ള വയറാണ്. അത് നേരെ ഏറ്റവും താഴെയുള്ള ലൈനിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്ന ന്യൂട്രൽ. അപ്പോൾ ഈ താഴത്തെ ലൈൻ മൊത്തം ന്യൂട്രലാണ്. ഏറ്റവും മുകളിൽ തെർമോസ്റ്റാറ്റിൽ കൊടുത്തിരിക്കുന്നത് ഫേസ് ആണ്. ഇനി അടുത്തതായിട്ട് തെർമോസ്റ്റാറ്റിൻ്റെ 2ാമത്തെ പോയിന്റിൽ നിന്നും ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ 3ാമത്തെ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ കണക്ട് ചെയ്യുന്നത് ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ 3ാമത്തെ പോയിന്റിലേക്കാണ്. ഇനി അടുത്തതായിട്ട് ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബൈമെറ്റൽ തെർമോയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ബൈമെറ്റൽ തെർമോയാണ് ഡീഫ്രോസ്റ്റ് ഹീറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീഫ്രോസ്റ്റ് ഹീറ്ററിൻ്റെ ഇൻപുട്ടാണ്. അത് ബൈമെറ്റൽ തെർമോയിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ അവിടെ കൊടുത്തു. അതേ പോയിന്റിലേക്ക് തന്നെ ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ 1 എന്ന പോയിന്റും കണക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ടൈമറിൻ്റെ 1ൽ നിന്നുള്ള ലൈനാണ്. അത് ബൈമെറ്റൽ തെർമോയുടെയും ഡീഫ്രോസ്റ്റ് ഹീറ്ററിൻ്റെയും ജോയിൻറ്റിൽ കണക്ട് ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്നത് ഡീഫ്രോസ്റ്റ് ഹീറ്ററാണ്. അതിൻ്റെ ഇൻപുട്ടാണ്. ഇൻപുട്ട് ലൈൻ നേരെ ഡീഫ്രോസ്റ്റ് ഹീറ്ററിൻ്റെ ഒരു സൈഡിലാണ് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഈ കാണിച്ചിരിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡീഫ്രോസ്റ്റ് ഹീറ്ററിൻ്റെ ഔട്ട്പുട്ട് വയറാണ്. ഈ കാണിച്ചിരിക്കുന്ന ഈ പോയിന്റിലാണ് നമ്മൾ തെർമൽ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തെർമൽ ഫ്യൂസിലേക്കുള്ള ഇൻപുട്ടാണ്.
ഈ കാണിച്ചിരിക്കുന്നതാണ് തെർമൽ ഫ്യൂസ്, ഈ കാണിച്ചിരിക്കുന്ന ഔട്ട്പുട്ടാണ്. ഇനി ഈ വരുന്ന ലൈൻ നമ്മൾ നേരെ ഏറ്റവും താഴെയുള്ള ന്യൂട്രൽ ലൈനുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഡീഫ്രോസ്റ്റ് ടൈമറിൻ്റെ 4-ൽ നിന്നുള്ള കണക്ഷനാണ്. അപ്പോൾ അതിൽ നിന്നും 2 കണക്ഷൻസാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കണക്ഷൻ ഇവാപ്പറേറ്റർ ഫാനിൻ്റെ ഫേസിലേക്ക് കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അത് നമ്മൾ കംപ്രസറിൻ്റെ ഓയിൽ പീയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓയിൽ പീയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്രസറിൻ്റെ സി ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ കാണിച്ചിരിക്കുന്ന ലൈൻ ഇവാപ്പറേറ്റർ ഫാനിലേക്കുള്ള ഫേസ് ആണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലാക്ക് വയറുണ്ട്. അത് ഇവാപ്പറേറ്റർ ഫാനിൻ്റെ ന്യൂട്രലാണ്. അപ്പോൾ ആ ന്യൂട്രൽ വയർ നമ്മൾ ഏറ്റവും താഴെ നേരത്തെ കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ന്യൂട്രൽ ലൈനിലേക്ക് കണക്ട് ചെയ്യുക. ഇനി അതേ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ PTC റിലേയിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ PTC റിലേയിൽ 2 ഹോളുണ്ട്. അതിലൊരു ഹോള് M എന്നും പറയും, ഒരു ഹോള് S എന്നും പറയും. M എന്ന് പറഞ്ഞാൽ അത് റണ്ണിങ് വൈൻഡിങ് ആണ്. അപ്പോൾ ഈ ന്യൂട്രലിൽ നമ്മൾ നേരെ കണക്ട് ചെയ്യേണ്ടത് റണ്ണിങ് വൈൻഡിങ്ങിലേക്കാണ്. അപ്പോൾ ഇതൊരു കപ്പാസിറ്ററുള്ള വയറിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ റിലേയുടെ ആ 2 പിന്നുകളിൽ നമ്മളൊരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്യാറുണ്ട്. ഇതിൽ എർത്ത് വയർ കാണിച്ചിട്ടില്ല. എർത്ത് വയർ കണക്ട് ചെയ്യേണ്ടത് റെഫ്രിജറേറ്ററിൻ്റെ ബോഡിയിലേക്കും കംപ്രസറിൻ്റെ ബോഡിയിലേക്കുമാണ്. അടുത്തതായിട്ട് ഈ സർക്യൂട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ അതിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആണ് നിങ്ങളെ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത് എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഇവാപ്പറേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടാതെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡോർ സ്വിച്ചും ബൾബും വർക്ക് ചെയ്യുന്നുണ്ട്. ഡോർ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബൾബ് ഓഫ് ആകുന്നത് കാണാം. അപ്പോൾ ഇതിലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡീഫ്രോസ്റ്റ് ഹീറ്ററിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ആയിട്ടായിരിക്കും ബൈമെറ്റൽ തെർമോയും തെർമൽ ഫ്യൂസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൽ ഈ കമ്പോണൻറ്റ്സ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിൻ്റെ താഴത്തെ റെഫ്രിജറേറ്റർ കമ്പാർട്ട്മെൻറ്റാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് തെർമോസ്റ്റാറ്റ്. ആ വീല് തെർമോസ്റ്റാറ്റിൻ്റെ നോബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്യാബിനറ്റ് ബൾബ്. അതിനുള്ളിലൊരു സർക്യൂട്ട് ബോർഡുണ്ട്. അതിൽ LED ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെപ്പോഴും തെർമോസ്റ്റാറ്റിൻ്റെ അടുത്ത് തന്നെ ആയിട്ടായിരിക്കും സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇനി ഈ ബൾബിനെ കൺട്രോൾ ചെയ്യുന്ന ഡോർ സ്വിച്ചാണ് ഈ കാണുന്നത്. ഡോറ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രസ്സാകുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കാണിച്ചിരിക്കുന്നത് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ബാക്കിൽ ഒരു പാനലുണ്ടാവും. അതിൻ്റെ മുകളിലൊരു നോബുണ്ട്. ആ നോബാണ് താഴേക്കുള്ള എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ബോക്സ് പോലൊരു ഭാഗം കാണാം. ഇവിടെയാണ് നമ്മൾ ഇവാപ്പറേറ്റർ ഫാൻ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേറ്ററിൻ്റെ നേരെ അടുത്ത് തന്നെ ആയിട്ടായിരിക്കും ആ ഫാനിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി ഏറ്റവും താഴെയായിരിക്കും അതിൻ്റെ ഹീറ്റിംഗ് കോയിൽ, ഡീഫ്രോസ്റ്റ് ഹീറ്റർ കാണുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള ഡൗട്ടുകൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ ഈ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.